ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഡിസ്നി വണ്ടർ ക്രൂസ് ഷിപ്പ് അഡ്വഞ്ചർ. ഞാൻ നിങ്ങളുടെ അവനി വന്നിരിക്കുകയാണ് വീണ്ടും മറ്റൊരു ക്രൂസ് ഷിപ്പ് സീരീസുമായിട്ട്. നമ്മുടെ മമ്മൂക്ക പണ്ട് പറഞ്ഞൊരു ഡയലോഗില്ലേ, അത് തന്നെ ഇന്ന് നമ്മുടെ ചാനലിൽ ചിൽഡ്രൻസ് ഡേ ആട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇവിടുത്തെ കിഡ്സ് ഏരിയ എല്ലാം കവർ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കിത് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ആട്ടോ ഡിസ്നീസ് ഓഷ്യനിയർ ക്ലബ്. ഇവിടെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ആദ്യം ഹാൻഡ് വാഷ് ചെയ്യണം. ഈ ഹാൻഡ് വാഷ് ചെയ്യണ സംഭവത്തിൻ്റെ പ്രത്യേകത കാരണം കേട്ടോ അത് ഞാൻ ഷെയർ ചെയ്യണേ. വാഷിംഗ് മെഷീൻ്റെ അകത്ത് കൈയിട്ട പോലെയായിരുന്നു കേട്ടോ ഫീലാവുണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യേണ്ട, ചുമ്മാ കൈ വെച്ചാൽ മതി, അത് തന്നെ താനെ വാഷാവും. അപ്പം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അഡൾട്ട്സിന് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇങ്ങനെ കയറി പോകാൻ പാടില്ല കേട്ടോ. കാരണം ഇത് ഓബ്വിയസ് ആണല്ലോ, ഇത് കുട്ടികൾക്കുള്ളൊരു സ്പേസ് ആണല്ലോ. അപ്പോൾ പുറത്ത് അഥവാ ഒരു ഓപ്പൺ ഹൗസ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പാടുള്ളൂ. ഈ ഫസ്റ്റ് റൂമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോയ് സ്റ്റോറി മൂവിനെ തീം ചെയ്തിട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ സ്ലൈഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിലൊരു സ്ക്രീനില്ലേ, ആ സ്ക്രീനിൽ മൂവീസൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. സെക്കൻഡ് റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ബ്രിഡ്ജ് ഏരിയ പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. ക്രൂസിലത്തെ ബ്രിഡ്ജ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനൊക്കെ ഇരിക്കില്ലേ, ആ ഏരിയ കേട്ടോ ക്രൂസിലത്തെ ബ്രിഡ്ജ്. അപ്പം എനിക്ക് അവിടെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. തേർഡ് റൂമാണ് കേട്ടോ നമ്മുടെ അവെഞ്ചേഴ്സിനെ തീമാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂം. ഇതെനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു റൂമായിരുന്നു. ആദ്യമേ ഞാൻ വന്നപ്പിന്നെ എനിക്ക് കയറി കാണാൻ തോന്നിയത് ആദ്യം ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ. നമ്മുടെ ഹാൾ ഏരിയനെ ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ ടോയ്ലറ്റ്സ് ആണെങ്കിൽ എന്തൊരു ഭംഗിയിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ പകരം നമ്മൾ നേരത്തെ കണ്ട ഹാൻഡ് വാഷ് ഏരിയ ഇല്ലേ, അതുപോലെ തന്നെയാട്ടോ ഇത്. നമ്മുടെ ഫോർത്ത് റൂമാണ് കേട്ടോ ഇത്, വാൻഡറിങ് ഓക്കൻസ് ട്രേഡിംഗ് പോസ്റ്റ്. ആരൊക്കെ ഫ്രോസൺ സിനിമ കണ്ടിട്ടുണ്ട് അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ സിനിമയിൽ എങ്ങനെയാണോ ആ റൂം ഡിസൈൻ ചെയ്ത് അതേപോലെ തന്നെ അവർ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എഡ്ജാണ്. എഡ്ജ് ഒരു ട്വീൻസ് ഓൺലി ഏരിയ ആണ് കേട്ടോ. ഇവിടെ വീഡിയോ ഗെയിംസ് ഉണ്ട്, പിന്നെ ഗെയിമിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഒരു ചെറിയ റൂമുള്ളോട്ടത്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് 11th ഡെക്കിലാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും 10 ഡെക്ക് വരെ ഉള്ളൂ നമ്മുടെ ഈ ഷിപ്പ്, പക്ഷെ 11th ഡെക്ക് വൈബിന് വേണ്ടി മാത്രമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈബിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് താഴെ ആണെങ്കിലും സംഭവം 11th ഡെക്കിലാണ് കേട്ടോ. അപ്പം ഞാനിത് മേലെ കയറി ആദ്യമായിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ചമ്മിയിട്ടാണ് തിരിച്ചു വരാൻ പോണത് ഗൈസ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ പോയപ്പോഴേക്കും എല്ലാവരും ഡിസ്ട്രാക്റ്റ് ആയിട്ട് എന്നെ തന്നെ നോക്കുമായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി വന്നു ഗൈസ്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ലൊക്കേഷനായ നമ്മുടെ ഡിസ്നി ഓഷ്യനിയർ ലാബിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പോയ ലൊക്കേഷൻ ഓഷ്യനിയർ ക്ലബ്ബാണ്. ഇത് ഓഷ്യനിയർ ലാബാണ് കേട്ടോ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ചെറിയ വഴിക്കോടെ നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പം ഇവർ ബിങ്കു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് വീൽ ഹൗസാണ്. വീൽ ഹൗസ് ഒരു വീഡിയോ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. വീഡിയോ ഗെയിംസും ഉണ്ട്, പിന്നെ അവിടെ ടി വി ഉണ്ട് കേട്ടോ. ടി വിയിൽ മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കണു, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആണ്. ക്രാഫ്റ്റ് ഒക്കെയും ചെയ്യുക, അത്രയൊക്കെ തന്നെ. പിന്നെ തേർഡ് റൂം നമ്മുടെ അനിമേറ്റർ സ്റ്റുഡിയോ, പടം വരയ്ക്കണ ഒരു ഏരിയ തന്നെ. അപ്പം ഞാനും കുറച്ച് പടം വരയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വരച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വരച്ചു ഗൈസ്. സംഭവം നോക്കിയിട്ട് വരച്ചതാണെങ്കിലും ഈ ഒരു ഔട്ട്പുട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷമല്ലേ, അത് വേറെയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ. ഇതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയാം കേട്ടോ. നമ്മുടെ അടുത്ത ലൊക്കേഷൻ കുഞ്ഞു പാവകളൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ. ഇവിടെ തൊട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഇത് കോംപ്ലിമെൻ്ററി അല്ല കേട്ടോ. ബാക്കി എല്ലാ പ്ലേസും നമ്മൾ പോയത് കോംപ്ലിമെൻ്ററി ആയിരുന്നു, ഇതിന് പൈസ കൊടുക്കണം.
നമ്മൾ ഇനി പോകാൻ പോണ പ്ലേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആട്ടോ. അത് വേറെ ഒന്നല്ല, ബിബിഡി ബബിഡി ബുട്ടീക്കിലേക്കാട്ടോ. ഈ പ്ലേസിൻ്റെ പ്രത്യേകത നമ്മൾ പ്രിൻസസ് ആക്കിയിട്ട് മേക്ക് ഓവർ ചെയ്യണതായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്രായം കുറച്ച് കൂടുതലായിപ്പോയി. 3 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. പെൺകുട്ടിയാണെങ്കിൽ അവരെ പ്രിൻസസ് ആക്കി മാറ്റും, ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് പ്രിൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെയും കത്തി റേറ്റ് ആട്ടോ, ഒടുക്കത്തെ റേറ്റാണ്. പക്ഷേ ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണതിനൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തേനെ. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ കുട്ടിയാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ മേക്ക് ഓവർ ചെയ്യും കേട്ടോ. ഇതാണ് ഗൈസ് ഡേ ലോഞ്ച്. എനിക്ക് കുറച്ചൊക്കെ നമ്മുടെ എസ്യോർ പോലെയാട്ടോ തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ആക്ടിവിറ്റീസ് പോലെ തന്നെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. ട്രിവിയ ഉണ്ടാവാറുണ്ട്, പിന്നെ ലേൺ ടു ഡ്രോ, ക്രാഫ്റ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആട്ടോ. ഇന്നിവിടെ ലേൺ ടു ഡ്രോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ മിനീനെ വരയ്ക്കാനാട്ടോ പഠിക്കാൻ പോകണം. എൻ്റെ മിനി വളരെ മോശമായിരുന്നു കേട്ടോ. എനിക്ക് റൂമിയെ കൊണ്ടുപോയി കണ്ണാട്ടിന് കാണിക്കാനും തോന്നുന്നില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് പണ്ട് പിന്നെയും വരയ്ക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ മോശമായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് വരയ്ക്കണത് മുമ്പിലൊരാൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണുണ്ട് കേട്ടോ. അതുകൂടാതെ 2 TV സ്ക്രീനിലും അതുപോലെ തന്നെ കാണിക്കണുണ്ട്. പിന്നെ ഞാൻ വേറൊരു ദിവസം വന്നപ്പോൾ ഇവിടെ ട്രിവിയ ഉണ്ടായിരുന്നു. ആ ട്രിവിയയിൽ എനിക്ക് 10ൽ 10 കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് 8ൽ 10 കിട്ടി ഗൈസ്. ഞാൻ പിന്നെയും കുറേ മൂവീസൊക്കെ കണ്ട കാരണം എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഒപ്പിച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഔട്ട്ഡോർ ഗെയിംസ് നോക്കാം. ഞാനിപ്പോൾ ഡെക്ക് 10-ലാട്ടോ നിൽക്കണം. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ഏരിയ. നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ് ഈ ഫൂസ്ബോൾ ഒരു ഇൻഡോർ ഗെയിമും കൂടിയാണ് കേട്ടോ. എനിവേ ഇവിടെയുള്ള കാരണം കൊണ്ട് നമ്മൾ തട്ടി കളിക്കണം, എനിക്കിതിൽ വലിയ വശമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് ബാസ്കറ്റ് ബോളിന് വേണ്ടിയിട്ടാണ് ഈ ഫെൻസൊക്കെ വെച്ചിരിക്കുന്നത്, കാരണം ബോളെങ്ങാനും പുറത്ത് പോയാൽ പ്രശ്നമാവും. പിന്നെയാണ് നമ്മുടെ ഇവിടെ ടേബിൾ ടെന്നീസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. ഇതും എനിക്ക് ഒരു വശമില്ലാത്ത കാരണം കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഈ ക്രൂസിൽ ടോട്ടൽ 3 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പൂൾ എന്ന് പറയുന്നത് ക്വൈറ്റ് കോവ് പൂളാട്ടോ. ഇത് നമ്മുടെ കോവ് കഫേയുടെ മുമ്പിൽ കാണുന്ന പൂളാട്ടോ. കോഫ് കഫേയും പിന്നെ ഈ പൂളും പിന്നെ സിഗ്നൽസ് എന്നൊരു ചെറിയ ബാറും ഇതെല്ലാം ഒരു അഡൾട്ട്സ് ഓൺലി സോണിൽ വരുന്നതാട്ടോ. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് വരാൻ അലൗഡ് അല്ല. നമ്മുടെ 3 പൂളിലും കോമൺ ആയിട്ട് 2 ജക്കൂസീസ് ഉണ്ട് കേട്ടോ. അതായത് ഈച്ച് പൂൾ ഹാവ് 2 ജക്കൂസീസ്. അതുകൂടാതെ ഇവിടെ പൂൾ ലോഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സൺബാത്തൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് കിടന്നാൽ മതി. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോണത് ഗൂഫീസ് പൂളാട്ടോ. ഇതൊരു ഷാലോ പൂളാട്ടോ. അഡൾട്ട്സിനായാലും കുട്ടികൾക്കായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണതാണ്. പിന്നെ സംഭവം ഭയങ്കര വൈബാണ്, കാരണം ഇതൊരു ഓപ്പൺ എയർ തിയേറ്റർ ഫേസിങ് ആയിട്ടുള്ള ഒരു പൂളാണ്. ഈ ഒരു പൂള് മൾട്ടി പർപ്പസ് ആണ്, കാരണം ഇവിടെ ഇവൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫണൽ വിഷൻ തിയേറ്ററിൻ്റെ തൊട്ട് താഴെ എന്തെങ്കിലും ലൈവ് പെർഫോമൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽ അവേ പാർട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പൂളിലത്തെ വെള്ളം എല്ലാതും ഡ്രെയിൻ ചെയ്തിട്ട് അവിടെ നമുക്ക് നിൽക്കാനൊക്കെയും പറ്റും. അവിടെ വന്ന് ഇറങ്ങാനൊക്കെ നിൽക്കാനും ആ ഒരു സ്പേസ് ആവും. അത് മൾട്ടി പർപ്പസ് ആയതുകൊണ്ട് വളരെ നല്ലതാണ്, എഫിഷ്യൻ്റ് ആണ്, നല്ലതാണ്. ഇത് കുട്ടികളും കൂടി യൂസ് ചെയ്യണ പൂളായതുകൊണ്ട് ഇവിടെ ഏത് സമയവും ഒരു ലൈഫ് ഗാർഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൂളിനും 2 ജക്കൂസീസ് ഉള്ളത്, അതാണ് ഈ കാണുന്നത് 2. പിന്നെ ഇതാണ് ഏറ്റവും വൈബായിട്ടുള്ളൊരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പൂൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. മെജോറിറ്റി ആൾക്കാർ ഇവിടെ ആയിരിക്കും വരാറ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണ പൂളായിരിക്കും ഇനിയും ഹാപ്പനിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ 3ാമത്തെ പൂൾ, ആക്വാലാബ് കാണാൻ തന്നെ സൂപ്പറല്ലേ. ഈ ആക്വാലാബിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ആ മഞ്ഞ കളറുടെ സ്ലൈഡ്. ആ സ്ലൈഡിനെ ട്വിസ്റ്റ് ആൻഡ് സ്പൗട്ട് എന്നാട്ടോ പറയാം. ഈ ട്വിസ്റ്റ് ആൻഡ് സ്പൗട്ടിനെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാട്ടോ പണിതിരിക്കുന്നത്. കാരണം എല്ലാ ഭാഗത്തായിട്ട് അവർ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ താഴെ ലൈഫ് ഗാർഡിന് TV-യിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടി അഥവാ സ്ലൈഡിലിരുന്നു, അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് ക്യാമറ കൂടെ കാണാം ആ കുട്ടി എവിടെ എത്തി, താഴേക്ക് എത്തിയിട്ടില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അഥവാ ആ കുട്ടി എത്തിയിട്ടില്ല, എവിടെയെങ്കിലും പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഗാർഡ്സിന് അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെയും ചെയ്യാൻ പറ്റും.
ഇതാണ് ഗൈസ് ഡോരീസ് റീഫ്. ഇത് നമ്മുടെ അക്വാ ലാബിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ. വളരെ ചെറിയ കുട്ടികൾ അഥവാ പൂളിലിറങ്ങാൻ മടിയുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് കളിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ പാരൻസിനായാലും അക്കമ്പനി ചെയ്യാം. ഇതൊരു സ്പ്ലാഷ് സോണാണ് കേട്ടോ. ഈ പൂൾസിൻ്റെ അടുത്ത് തന്നെയായിട്ടാട്ടോ ഈ ബെവറേജ് സ്റ്റേഷൻ. ഇവിടെ ടീ, കോഫി, ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ കോക്ക് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കേട്ടോ കിട്ടണം. പിന്നെ അതുകൂടാതെ വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ തിയേറ്റേഴ്സ് കാണാം. നമ്മുടെ ഫസ്റ്റ് തിയേറ്റർ നമ്മളെല്ലാവരും കണ്ടത് ഇതാണ്, നമ്മുടെ ഫനൽ വിഷൻ. സെക്കൻഡ് തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂനോ വിസ്റ്റ തിയേറ്റർ. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് തിയേറ്റർ അതുപോലെ തന്നെയാണ് കേട്ടോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പുറത്ത് പോപ്കോണൊക്കെ വിൽക്കുന്ന ആളിരിക്കണു, അകത്ത് അതുപോലെ തന്നെ സിനിമ ഹാള് പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ വട്ടം വന്ന് മൂവീസ് കാണാറുണ്ട്. കാരണം ഏട്ടൻ്റെ നൈറ്റ് ഷിഫ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ഒട്ടും നേരം പോകാറുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ വന്നിരുന്ന് ഈ കണ്ട മൂവീസ് ആണെങ്കിലും കാണാത്ത മൂവീസ് ആണെങ്കിലും ഞാൻ വന്നിരുന്ന് കാണും. അപ്പോൾ അങ്ങനെ ഈ തിയേറ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തിയേറ്ററാണ് കേട്ടോ നമ്മുടെ വേൾഡ് ഡിസ്നി തിയേറ്റർ. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയേറ്റർ കേട്ടോ ഇവിടുത്തെ. ഇവിടെ മൂവീസും കാണിക്കാറുണ്ട്, അത് കൂടാതെ ലൈവ് പെർഫോമൻസസും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈവ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഡിസ്നി ഡ്രീംസ് എന്തൊക്കെയോ അവാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എമറൽ അവാർഡ് എന്തോ ആയിരുന്നു. അപ്പോൾ ആ അവാർഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ക്രൂസ് ഷിപ്സിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു പെർഫോമൻസ്. ഇതെല്ലാം ഒരു 100 വട്ടം വിറ്റ്നസ് ചെയ്ത കാരണം കൊണ്ട് പറയാം കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു കേട്ടോ പെർഫോമൻസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്ലോഡ് ചെയ്യണത്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഷിപ്പിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മടുക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ ആട്ടോ ഷിപ്പിലത്തെ. അപ്പോൾ ആ വീഡിയോ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ.